എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മുളകിട്ട് വറ്റിച്ച മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. മത്തി ആയാലും കുഴപ്പമില്ല. കൊടപ്പുളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. ആദ്യം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി, ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2.5 to 3.5 ടീസ്പൂൺ. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു 3.5 ടീസ്പൂൺ വരെ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂണിനെക്കാട്ടി കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അതിനുശേഷം ഇനി മീൻ കൂടെ ഇട്ട് ഈ മസാലക്കൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വയ്ക്കുക. വെള്ളം വേറെ ഒന്നും യൂസ് ചെയ്യരുത്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ അല്ലെങ്കിൽ മത്തി ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചതച്ചു വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനിയൊരു മീൻ ചട്ടി എടുക്കുക. അതിലേക്ക് ഞാനിവിടെ വലിയ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെള്ളം അല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കണമെങ്കിൽ. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, സ്റ്റൗ ഓൺ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ചട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 4-5 കൊടപ്പുളി നന്നായിട്ട് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കൊടപ്പുളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങണം.
ഇനി ഇതിൽ നിന്ന് കൊടംപുളി എടുത്ത് മാറ്റി വയ്ക്കുക. മസാല പുരട്ടി വെച്ച മീൻ ഇനി കൊടംപുളി വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചത് കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചാലും മതി. ഇനി ലോ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് വറ്റിച്ചെടുക്കണം. മീൻകറി ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ഒന്ന് തിരുമ്പിയിട്ട് കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കറിക്ക്. മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി പുറത്ത് വെച്ചാൽ പോലും തീരെ കേടാകില്ല. പക്ഷെ നമ്മൾ കറി എടുക്കുമ്പോൾ സ്പൂണിൽ വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് കറി എടുത്ത് ബാക്കിയുള്ളത് ചൂടാക്കി വെക്കും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.